ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് സുവോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതും ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം, ജെനറ്റിക്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് സെറ്റ് സുവോളജി എന്ന് പറയുന്ന പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനേ സാധിക്കില്ല, അല്ലേ? അത് സെറ്റ് സുവോളജിക്ക് മാത്രമല്ല, സെറ്റ് ബോട്ടണിക്കും അങ്ങനെ തന്നെയാണ്. രണ്ട് സെറ്റ് എക്സാമിനും ജെനറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇപ്പോൾ ഇനി സെറ്റ് എക്സാമിനുള്ള പഠനത്തിലായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് സുവോളജിയുടെ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും നിങ്ങളൊരു MSc ഗ്രാജുവേറ്റ് ആയത്, അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു BEd എടുത്ത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് BEd എടുത്ത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, അല്ലേ? നിങ്ങളെല്ലാവരും MSc എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി മേഖല തന്നെയായിരിക്കും, അല്ലേ? അതിൻ്റെ ഏറ്റവും നല്ല സാലറി, ഒരു ഗസറ്റഡ് പോസ്റ്റിലോട്ടുള്ള എൻട്രി, ഇതെല്ലാം അതിൻ്റെ ഒരു വളരെ നല്ല ഹൈലൈറ്റ് ആണ്, അല്ലേ? നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ PGക്ക് പഠിച്ച അത്രയും പോർഷനൊന്നും നമുക്ക് സെറ്റ് സുവോളജിക്ക് വേണ്ടി പഠിക്കാനില്ല. പക്ഷേ നമുക്ക് സിലബസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവം, ഇതെല്ലാം ഞാൻ ഏത് കാലത്ത് പഠിച്ചു കഴിയാനാണെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ കൊടുത്തിരിക്കുന്ന സിലബസിനകത്തുള്ള പല ഭാഗങ്ങളും, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നും LBS കാണാത്ത കുറേ ഭാഗങ്ങളുണ്ടാവും എന്ന് നമുക്ക് തോന്നും. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 5-6 ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി പഠിക്കാവുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം, പക്ഷേ വളരെ അപൂർവമായി മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചില മേഖലകളാണ്. അതൊക്കെ വെച്ച് നമുക്ക് പഠിക്കുകയാണെങ്കിൽ, പക്ഷേ LBSന് ഇഷ്ടമുള്ള ഒരുപാട് മേഖല ഉണ്ട്. ചിലപ്പോൾ ഒരു പോർഷനിൽ നിന്ന് തന്നെ 5, 6, 7 തവണയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ല? ഇപ്പോൾ ബയോഫിസിക്സ് എന്ന് പറയുന്നതിനകത്ത് വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിനു വേണ്ടി എന്താ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിക്കാനുള്ളത് വെച്ചാൽ, ചില പ്രാവശ്യം 5 ക്വസ്റ്റ്യൻസ് വരെ വന്ന റീജിയൻസ് ഉണ്ട് ഈ ബയോഫിസിക്സ് എന്ന് പറയുന്ന ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന്. അതുപോലെയാണ് ചില മേഖലകൾ. LBSന് ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് മേഖലകളും വലിയ താല്പര്യമില്ലാത്ത ചില മേഖലകളും. ഈ മേഖലകളൊക്കെ അറിഞ്ഞ് കണ്ടു പഠിക്കുവാണെങ്കിൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം, അല്ലേ? അപ്പോൾ നിങ്ങൾ കുറേ പ്രാവശ്യം ചിലപ്പോൾ സെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും, എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടാവും. ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് സെറ്റ് എക്സാമിന് ഞങ്ങൾ കൊടുക്കുന്ന ലൈവുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി പറയാൻ കഴിയും, അവർ സത്യമായിട്ടും അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയാം, അവരെന്തായാലും സെറ്റ് ക്ലിയർ ചെയ്തിരിക്കും. കാരണം ഇതുവരെയായിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പുതിയ ചാനലാണ് സെറ്റ് സുവോളജിയുടെ ചാനൽ. സെറ്റ് ആസ്ട്രോ എന്നാണ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം, അല്ലേ? അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പോർഷൻ അല്ലെങ്കിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഓൾറെഡി നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, അതിൻ്റെ എല്ലാം PDF നോട്ടുകളും ഉണ്ടാവും, അല്ലേ? നിങ്ങൾ പലരും ചിലപ്പോൾ ഡിഗ്രി PG കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും BEd ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നമുക്ക് പിന്നീട് ഒരിക്കലും PGയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ആ 2 വർഷത്തെ കാലയളവ് കൊണ്ട് PG നമ്മുടെ മനസ്സിൽ നിന്നേ പോയിട്ടുണ്ടാവും, അല്ലേ? ഇനി അതൊന്ന് റിമൈൻഡ് ചെയ്ത് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്ന് റീക്യാപ്പിലേറ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇനി അഥവാ ഓർത്ത് വന്നു കഴിഞ്ഞാലും ഇതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്നെല്ലാം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. പേടിക്കേണ്ട, അതിനെല്ലാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തോളുക, കേട്ടോ? സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. അതുപോലെ തന്നെ എല്ലാ വീക്കെൻഡിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏതെല്ലാം പോർഷനാണ് പഠിക്കേണ്ടത്, ഏതെല്ലാമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞങ്ങൾ നിങ്ങളോട് പറയും. അതുപോലെ വീക്കെൻഡിൽ നടക്കുന്ന എക്സാംസിലൂടെ നിങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാം ഹോളിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യുക, അവരോടുകൂടി ജോയിൻ ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആഫ്റ്റർ ക്രോസ് ഫെർട്ടിലൈസേഷൻ ഓഫ് എ ട്രൂ ബ്രീഡിംഗ് ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്, ദി F1 generation was self-fertilized. The resultant plant have a genotype in the ratio 1:2:1. A homozygous tall, heterozygous tall, 1 dwarf plant. അടുത്തത് 1:2:1 heterozygous tall, 1 heterozygous tall, 2 homozygous tall, 1 dwarf. Option C 3:1 tall dwarf, 3 tall, 1 dwarf. Option D 3:1 3 dwarf, 1 tall. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്രോസ് ഒന്ന് നോക്കിയേക്കാം, അല്ലെ? ആഫ്റ്റർ ക്രോസ് ഫെർട്ടിലൈസേഷൻ ഓഫ് ട്രൂ ബ്രീഡിംഗ് ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും തമ്മിൽ ക്രോസ് ഫെർട്ടിലൈസ് ചെയ്തു,
ക്രോസ് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ഈ F1 ജനറേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ നമുക്ക് ക്രോസ് ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാ. നോട്ട് ക്രോസ് ഫെർട്ടിലൈസേഷൻ, ഇതിനെ നമ്മളൊന്ന് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാ. ഇതാണ് F1 ജനറേഷൻ. ഇതിനെ നമ്മളൊന്ന് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തു അല്ലെ. സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രോസ്, ഈ ക്രോസ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും അല്ലെ. ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇതിനകത്തുനിന്ന് ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഗ്യാമേറ്റ്സ് 2 എണ്ണം, സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ ടി. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണം. ഇവിടെ ഒരു ക്രോസ് ഇല്ല കേട്ടോ. ഇങ്ങനെ 2 ഗ്യാമേറ്റ്സ് കിട്ടും. അവിടെ നമ്മൾ ക്രോസ് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ജീനോടൈപ്പ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് എത്രയുണ്ട്? ടോൾ എന്ന് പറയുന്നത് എത്രയുണ്ട്? 1 ടോൾ ഉണ്ടാവും. 1 ഹോമോസൈഗസ് ടോൾ ഉണ്ട്. ഇതിനകത്ത് എത്ര ഹെട്രോസൈഗസ് ടോൾ ഉണ്ട്? 2 ഹെട്രോസൈഗസ് ടോൾ ഉണ്ട്. ഇതിനകത്ത് എത്ര ഹോമോസൈഗസ് ഡാർഫ് ഉണ്ട്? ഇതിനകത്ത് 1 ഹോമോസൈഗസ് ഡാർഫ്. അങ്ങനെ നമുക്ക് എത്ര റേഷ്യോ കിട്ടുന്നത്? 1:2:1. അതെങ്ങനെയാണെന്ന് നോക്കിക്കോണം. 1 ഹോമോസൈഗസ് ടോൾ, 1 ഹോമോസൈഗസ് ടോൾ, 2 ഹെട്രോസൈഗസ് ടോൾ, 2 ഹെട്രോസൈഗസ് ടോൾ, 1 ഹോമോസൈഗസ് ഡോർഫ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന റേഷ്യോ. ഇത് വെച്ച് നമ്മൾ ഇതിനകത്തൊന്നൊരു ഓപ്ഷൻ കണ്ടെത്തും. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. 1:2:1. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. 1:2:2. ഇത് കാണുമ്പോൾ തന്നെ ഓടിപ്പോയി ഇതിനകത്ത് 2 നോക്കണം. അതിന്റെ ഓപ്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കിക്കോണം. എത്ര ഹോമോസൈഗസ് ടോൾ ഉണ്ട്? ഇവിടെ ഒരു ഹോമോസൈഗസ് ടോളേ ഉള്ളൂ അല്ലെ. എത്ര ഹെട്രോസൈഗസ് ടോൾ ഉണ്ട്? 2 ഹെട്രോസൈഗസ്. 1 ഹോമോസൈഗസ് ടോള്, 2 ഹെട്രോസൈഗസ് ടോള്, പിന്നെ ഒരു ഹോമോസൈഗസ് ഡോർഫ്. ഇത്രയല്ലേ നമുക്ക് കിട്ടിയത്? ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ കൊടുത്തിരിക്കുന്ന 1:2:1 മാത്രം വെച്ച് നിങ്ങൾ ഒരിക്കലും ആൻസർ ചെയ്യരുത്. ഇവിടെ ഹെട്രോസൈഗസ് ടോൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയല്ല വരിക. ഇവിടെ ഹോമോസൈഗസ് ടോൾ ആണ് 1 വരിക. കേട്ടോ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The genes or factors controlling cytoplasmic inheritance are called plasma genes, extranuclear genes, both A and B, option D, multiple alleles. അതായത് നമുക്കറിയാം 2 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട് അല്ലെ. ഏതെല്ലാമാണ് 2 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ്? ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസും ഉണ്ട്, അതുപോലെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസും ഉണ്ട്. ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ? 2 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസും രണ്ടാമത്തെ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസും ആണ്. ഇതിനകത്തെ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് വെച്ചാൽ DNA വഴി, അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് വഴി, അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ വഴി നടക്കുന്ന ഇൻഹെറിറ്റൻസ്. ഇനി സാധാരണ നമ്മുടെ ബോഡിയിൽ ഒരു 90% ഇൻഹെറിറ്റൻസും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് ഏതുവഴിയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്? ന്യൂക്ലിയർ അല്ലെങ്കിൽ DNA വഴിയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് വെറും 10% മാത്രമേ എന്തുവഴി ഇൻഹെറിറ്റ് ചെയ്യപ്പെടാറുള്ളൂ? സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് വഴി ഇൻഹെറിറ്റ് ചെയ്യപ്പെടാറുള്ളൂ അല്ലെ. സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് വഴി വെറും 10%. അത് എല്ലാ ബോഡികളിലും നടക്കുമെന്നൊന്നുമില്ല, വളരെ കുറച്ച് ബോഡികളിൽ മാത്രമാണ് ഇത് നടക്കുക, സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് നടക്കുക. ആ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന് കാരണമാകുന്ന ജീനിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ പ്ലാസ്മ ജീൻസ് എന്നൊരു പേരുണ്ട്. എക്സ്ട്രാ ന്യൂക്ലിയർ, കാരണം ന്യൂക്ലിയസ് കൂടാതെ നടക്കുന്ന ജീൻസ് ആണ് അല്ലെ. അതിനെന്തെന്ന് വിളിക്കും? എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് എന്ന് വിളിക്കും അല്ലെ. ഈ 2 പേരുകളിലും എന്തറിയപ്പെടുന്നുണ്ട്? സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് അറിയപ്പെടുന്നുണ്ട്. അതായത് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിന് നമ്മൾ മറ്റൊരു പേരും കൊണ്ട് വിളിക്കും, മറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? മറ്റേണൽ ഇൻഹെറിറ്റൻസ്. ഈ മറ്റേണൽ ഇൻഹെറിറ്റൻസിന് കാരണമാകുന്ന ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളിലാണ് നമ്മൾ പറയാം. ഇപ്പോൾ പ്ലാന്റ്സിലാണെന്ന് വിചാരിക്കുക. പ്ലാന്റ്സിലാണെങ്കിൽ അത് പ്ലാസ്റ്റിഡ്സിലോ, ആനിമൽസിലാണെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയയിലുമായിരിക്കും.
അത് ലൊക്കേറ്റ് ചെയ്യുക. ഓർത്തിരുന്നോണം, എന്താണ് എക്സ്ട്രാ സെല്ലുലർ അല്ലെങ്കിൽ എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസിൽ ന്യൂക്ലിയർ DNA വഴി അല്ലാതെ നടക്കുന്ന ഇൻഹെറിറ്റൻസിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് പ്ലാന്റ്സിലാണെങ്കിൽ അത് നടക്കുന്നത് പ്ലാസ്റ്റിഡ്സിലൂടെ ആയിരിക്കാം. രണ്ടാമത്തേത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോറോഫില്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിഡ്സിൽ ഏതെങ്കിലും ഒരു പിഗ്മെന്റ്സിലൂടെ ആയിരിക്കും ആ ഇൻഹെറിറ്റൻസ് എടുക്കുക. അതേസമയം അനിമൽസിലാണെങ്കിൽ ആ ഇൻഹെറിറ്റൻസ് നടക്കുന്നത് ഏതിലൂടെ ആയിരിക്കും? മൈറ്റോകോൺഡ്രിയ. നമുക്കറിയാം DNA, ന്യൂക്ലിയർ DNAയും ഉണ്ട്, മൈറ്റോകോൺഡ്രിയൽ DNAയും ഉണ്ട് അല്ലെ. ആ മൈറ്റോകോൺഡ്രിയൽ DNAയിലാണ് എന്ത് നടക്കുന്നത്? സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് കാപ്പ പാർട്ടിക്കിൾസ് ഇൻ പാരമീസിയം. അതൊരു അനിമൽ അല്ലേ? പാരമീസിയത്തിൽ നടക്കുന്ന കപ്പ പാർട്ടിക്കിൾസിന്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു മൈറ്റോകോൺഡ്രിയൽ DNAക്ക് അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി പ്ലാസ്റ്റിഡ്സ് വഴി നടക്കുന്നതാണ് മിറാബിലസ് ജാൽപ്പയിൽ നടക്കുന്ന ആ നമ്മൾ ലീഫ് വേരിഗേഷൻ എന്ന് പറയും. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഇനിയിപ്പോൾ പ്ലാന്റ്സിന് ആണെങ്കിൽ ലീഫ് വേരിഗേഷൻ ഇൻ മിറാബിലസ് ജാൽപ്പയാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ ഡെക്സ്ട്രൽ കോയിലിംഗ് ആണ്, കോയിലിംഗ് അല്ലെങ്കിൽ ഷെൽ കോയിലിംഗ് ആണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാന്റ്സിലാണെങ്കിൽ മിറാബിലസ് ജാൽപ്പയുടെ ലീഫ് വേരിഗേഷൻ ആണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ അനിമൽസിലാണെങ്കിൽ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് കപ്പ പാർട്ടിക്കിൾസും രണ്ടാമത്തത് ഷെൽ കോയിലിങ്ങും, ഡെക്സ്ട്രലും സെനസ്ട്രിയൽ കോയിലിങ്ങും. അത് രണ്ടും നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ ഏതെല്ലാമാണ്? പ്ലാസ്മ ജീൻസ് എന്നറിയപ്പെടും, അതുപോലെ എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് എന്നറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് A and B ആണ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് ജീനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് ഷോസ് ദ സെയിം റേഷ്യോ ഓഫ് 2:1 ഇൻ ദ F2 ജനറേഷൻ ഇറ്റ് ഷോസ്. അതായത് if both genotype and phenotype shows the same ratio of 1:2:1 in the F2 generation, it shows an incomplete dominance. Option B, complete dominance. Option D, dihybrid cross. Option D, co-dominance. ഇന്നത്തെ ഏതാണ് ജീനോടൈപ്പിനും ഫീനോടൈപ്പിനും 1:2:1 എന്ന് പറയുന്ന സെയിം റേഷ്യോ വരുന്നത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലെ. ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്താ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡോമിനേറ്റ് ക്യാരക്ടർ. ഇപ്പൊ ഒരു ഡോമിനേറ്റിംഗ് റെസസീവ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയാം അല്ലെ. അത് നമ്മൾ പഠിക്കുന്നത് മിറാബിലസ് ജാൽപ്പയിലെ തന്നെ വൈറ്റും റെഡും ഫ്ലവേഴ്സ് ക്രോസ് ചെയ്യുന്നതാണ്. വൈറ്റും റെഡും ഫ്ലവേഴ്സ് ക്രോസ് ചെയ്തു. ഇതാണ് വൈറ്റ് അല്ല, ഇത് റെഡും ഇത് വൈറ്റും ആണെന്ന് വിചാരിക്കുക. ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവർ കിട്ടി. ആ ഫ്ലവറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പിങ്ക് ഫ്ലവർ കിട്ടും അല്ലെ. ആ പിങ്ക് ഫ്ലവറിനെ നമ്മൾ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ സെൽഫ് ഫെർട്ടിലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇതിന്റെ ഫിനോടൈപ്പ് എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് റെഡ് ആണ്, ഇത് പിങ്ക് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ എന്ത് വരും? പിങ്ക് വരും അല്ലെ. ഇത് എന്താണ്? ഇത് പിങ്ക് ആണ്. ഇത് രണ്ട് വരുമ്പോഴത്തേക്കും ഇത് റെഡും ഇത് വൈറ്റുമാണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് ആ റേഷ്യോ ഒന്ന് എഴുതിയേക്കാം. ഇത് ഫീനോടൈപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? ഒരു റെഡ്, രണ്ട് പിങ്ക്, ഒരു വൈറ്റ്. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. ഇതാണ് ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ നമുക്കൊന്ന് നോക്കിയേക്കാം. 1 RRR അല്ലെ, ഒരു RRR. പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത് 2 എണ്ണം, സ്മോൾ ആർ എന്ന് പറയുന്നത് 2 എണ്ണം. അങ്ങനെ ടോട്ടൽ ഇതിന്റെ ജീനോടൈപ്പും നമുക്ക് എന്തെന്ന് കിട്ടും? 1:2:1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു റേഷ്യോ 1:2:1. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു F1 ഹൈബ്രിഡില് 1:2:1 റേഷ്യോ ജീനോടൈപ്പും ഫീനോടൈപ്പും വരുന്നത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. വൈറ്റും റെഡും ക്രോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് എന്താ കിട്ടേണ്ടത്? പിങ്ക് കിട്ടണം. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടണം. എന്നാൽ മാത്രമാണ് ഈ റേഷ്യോ വരിക. ഇത് പിങ്ക് ആവണമെന്നുണ്ടെങ്കിൽ, ഇല്ല പിങ്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ഡോമിനൻസ് ആയിരിക്കും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കും. ഒരിക്കലും കംപ്ലീറ്റ് ഡോമിനൻസിൽ
നമുക്കിത് കിട്ടില്ല. ഈ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ് അല്ലെ. ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ പിങ്കിന് പകരം എന്ത് വരും? റെഡ് വരും. റെഡ് അല്ലേ വരിക? അപ്പോൾ ഇതെല്ലാം മാറും. ഇത് റെഡ് വരും, ഇത് റെഡ് വരും, ഇത് റെഡ് വരും, അത് വൈറ്റ് വരും. അപ്പോൾ 3:1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റേഷ്യോ. രണ്ട് മാറിപ്പോയില്ലേ? അതിനകത്ത് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആയിരിക്കും, ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1. അത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ രണ്ടും സെയിം അല്ലല്ലോ, അല്ല. ഇനി കോ ഡോമിനൻസ് ആണെങ്കിലും 3:1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൈഹൈബ്രിഡ് ക്രോസിനകത്ത് ഒരിക്കലും ഒറ്റ ട്രേറ്റ് വെച്ച്, ഇവിടെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ഡോമിനൻസ് കറക്റ്റ് ആണ്, അല്ലാതെ നമ്മളോട് എത്ര ട്രേറ്റ് ഉണ്ടെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിനകത്തും നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? 1:2 റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് കിട്ടുകയില്ല അല്ലെ. അതിനകത്ത് ജീനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആയിരിക്കും. അപ്പോൾ എന്തായാലും അതും അല്ലല്ലോ, അല്ല. അപ്പോൾ ഓർത്തിരുന്നോളൂ, ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ മാത്രമാണ് F2 ജനറേഷനിൽ ഫീനോടൈപ്പും ജീനോടൈപ്പും എപ്പോഴും എങ്ങനെയാകുക? സെയിം ആകുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാക്ക് ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് 2 ജീൻസ് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ റീകോമ്പിനേഷൻ, ഓപ്ഷൻ ബി ക്രോസിംഗ് ഓവർ, ഓപ്ഷൻ സി ലിങ്കേജ്, ഓപ്ഷൻ ഡി റിപ്പൾഷൻ. ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് നമുക്കറിയാം അല്ലെ. അതായത് പെയറിംഗ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ജീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും? അസോർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയാം. അതിനൊരു എക്സെപ്ഷൻ ആണ് ലിങ്കേജ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ജീൻസിനകത്ത് അല്ലെങ്കിൽ ഒരു ക്രോമോസോംസിനകത്ത് ഇവിടെ ഇപ്പൊ 2 ജീൻസ് ഉണ്ടെങ്കിൽ, ഇതിപ്പോ 2 ജീൻസ് ആണെന്ന് വിചാരിക്കുക, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അനുസരിച്ച് ഈ ജീൻസ് രണ്ടും സെപ്പറേറ്റ് ആകും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ലിങ്കേജിനകത്ത് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ലിങ്കേജിനകത്ത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആകില്ല. ഇവരൊരു ലിങ്കേജ് ഗ്രൂപ്പാണ് അല്ലെ. ഇവർ ലിങ്കേജ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ലിങ്കേജ് ഗ്രൂപ്പ് തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ് ഉണ്ടായിരിക്കും. ഇവർക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇവർ പോവുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇവരിവിടെ മാക്സിമം നിൽക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവർ പോകുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവർ ഒറ്റയായിട്ടേ പോകുള്ളൂ, ഇവർ രണ്ടുപേരും കൂടെ പോകുള്ളൂ. അല്ലാതെ ഇവർ ഒരിക്കലും ഇവർക്ക് സെപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ മെന്റൽ പറഞ്ഞു വെച്ച ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന് നേരെ എക്സെപ്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ലിങ്കേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ? ലിങ്കേജ് എന്ന് വെച്ചാൽ ലിങ്കേജ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ട് ജീൻസ് പാക്കപ്പ് ചെയ്യുമ്പോഴാണ്. ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന ജീൻസിനെയാണ് നമ്മൾ ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവര് സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു 3% മാത്രമേ ഉള്ളൂ. അവരെപ്പോഴും എങ്ങനെയോ പോവുക? ഒന്നിച്ചായിരിക്കും അടുത്ത ജനറേഷനിലോട്ട് സെപ്പറേറ്റ് ചെയ്യുക. പക്ഷേ മെന്റൽ പറഞ്ഞ എന്താ നമ്മളോട്? ഒരു ഗ്യാമേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗ്യാമേറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഗ്യാമേറ്റ്സ് ഓട്ടോമാറ്റിക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് പോകുമെന്നാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വഴി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. 2 ജീൻസ് ഉണ്ടെങ്കിൽ 2 ജീൻസ് സെപ്പറേറ്റ് ചെയ്ത് പോകും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ലിങ്കേജ് ഗ്രൂപ്പിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇവ രണ്ടും എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരുമിച്ച് നിൽക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പോകുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും കൂടി മാത്രമേ പോവുകയുള്ളൂ. അതാണ്ടാണ് എന്ത് വന്നത്? ലാക്ക് ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഓഫ് 2 ജീൻസ് ഈസ് ഡ്യൂ ടു ലിങ്കേജ്. എന്തുകൊണ്ടാണ് ലിങ്കേജ് വന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The genes for the 7 characters chosen by the Mendels are located in. The genes for the 7 characters chosen by the Mendels are located in. ഏത് ക്രോമോസോംസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഒരു പീ പ്ലാന്റ് ആണ് മെന്റലിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ആ സെലക്ട് ചെയ്ത പീ പ്ലാന്റിന്റെ ഏത് ക്രോമോസോംസിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 4th ക്രോമോസോംസിലാണ്. ഏത് ക്രോമോസോംസിലാണ്? 4th ക്രോമോസോംസിലാണ് ആ 7 ക്യാരക്ടേഴ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം സീഡ് കളറ്, സീഡ് ഷേപ്പ്, പോട്ട് ഷേപ്പ്, പോട്ട് കളറ്, അതുപോലെ ഫ്ലവർ ഷേപ്പ്, ഫ്ലവർ കളറ്, ഇങ്ങനെ അങ്ങനെ 7 ക്യാരക്ടേഴ്സ് ആണ് മെന്റലിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഈ സെലക്ട് ചെയ്ത ഈ ഓരോ ക്യാരക്ടേഴ്സും ഏതെല്ലാം ക്രോമോസോംസിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? 4 ക്രോമോസോമുകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 4th ക്രോമോസോംസ് എന്നല്ല, 4 ക്രോമോസോമുകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതെല്ലാം ക്രോമോസോം എന്ന് വെച്ചാൽ 1, 4, 5 and 7 ഇങ്ങനെ 4 ക്രോമോസോമുകളിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മെന്റലിന്റെ 7 ട്രേറ്റിനെ എന്ത് ചെയ്തിരിക്കുന്നത്? സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദ ജീൻസ് ഫോർ ദ 7 ക്യാരക്ടേഴ്സ് ചൂസൺ ബൈ ദി മെന്റൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ 4 ക്രോമോസോംസ്. 4 ക്രോമോസോംസിലായിട്ടാണ്, 4th ക്രോമോസോംസ് അല്ല, 4 ക്രോമോസോമുകളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതെല്ലാം എന്ന് വെച്ചാൽ
ഒന്നാമത്തെ ഫസ്റ്റ് ക്രോമസോം, ഫോർത്ത് ക്രോമസോംസ്, ദെൻ ഫിഫ്ത്ത് ക്രോമസോം ആൻഡ് സെവൻത് ക്രോമസോംസ്. ഇങ്ങനെ 4 ക്രോമസോമുകളിലായിട്ടാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജീൻസിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ദ മോണോഹൈബ്രിഡ് F1 ഡാഷ് ഈസ് 1:2:1. ഇത് ഓൾറെഡി നമ്മൾ ഒരിക്കൽ ചെയ്തതാണ്. കണ്ടോ, ഒരേ ഭാഗത്ത് നിന്ന് വരുന്ന ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കണ്ടോ. ഇതുപോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. കാരണം നമുക്ക് ജെനറ്റിക്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാനേ പറ്റില്ല. ഇതുപോലെ തന്നെ ജെനറ്റിക്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോളിക്കുലർ ബേസിസ് ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഭാഗവും. രണ്ടും നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോണം. ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ദ മോണോഹൈബ്രിഡ് F1 ഡാഷ് ഈസ് 1:2:2. എന്താ നമുക്കറിയാം, ബോത്ത് ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. ഇനിയിപ്പോൾ ക്രോസ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി ആ ക്രോസ് എഴുതി കണ്ടുപിടിച്ചതാണ്. ജീനോടൈപ്പും ഫീനോടൈപ്പും ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ സംബന്ധിച്ച് എത്ര തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും, 1:2:1 ആയിരിക്കും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ MN ബ്ലഡ് ഗ്രൂപ്പ്, ബി ABO ബ്ലഡ് ഗ്രൂപ്പ്, ഓപ്ഷൻ സി കളർ ഓഫ് ചിക്കൻ ഫെദേഴ്സ്, ഓപ്ഷൻ ഡി കോട്ട് കളർ ഓഫ് ഷോർട്ട് ഹോൺ കാറ്റിൽ. ഇതിനകത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ചൂസ് ഓഡ് വൺ എന്ന് പറയുന്നത് കളർ ഓഫ് ചിക്കൻ ഫെദേഴ്സ് ആണ്. കളർ ഓഫ് ചിക്കൻ ഫെദേഴ്സ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ നമ്മൾ പഠിക്കുക അല്ലെ. കളർ ഓഫ് ഫെദേഴ്സ് ഇൻ ചിക്കൻസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ബാക്കിയുള്ളവയെല്ലാം ഇപ്പൊ MN ബ്ലഡ് ഗ്രൂപ്പ് ആണേലും ABO ബ്ലഡ് ഗ്രൂപ്പ് ആണേലും കോട്ട് കളർ ഓഫ് ഷോർട്ട് ഹോൺ കാസ്റ്റിൽ ആണേലും ABO ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എന്തിനാ പഠിക്കുക, മറ്റേത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ABO ബ്ലഡ് ഗ്രൂപ്പ് എന്തിനാ പഠിക്കുന്നത് നമുക്കറിയാം. എന്തിനാ നമ്മൾ പഠിക്കുക, കോ ഡോമിനൻസിനാണ് എക്സാമ്പിൾ അല്ലെ. കോ ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്, അതാണ് കറക്റ്റ്. ബാക്കി വരുന്ന 3 എണ്ണവും കോ ഡോമിനൻസിന് എക്സാമ്പിൾ ആകുമ്പോൾ കളർ ഓഫ് ചിക്കൻ ഫെദേഴ്സ് മാത്രം എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരും, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് വരും. ക്ലിയർ ആയോ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എക്സാമ്പിൾ ആണ്. ഇതിപ്പോൾ കാണാതെ പഠിക്കുക എന്ന് മാത്രമാണ്. വേണമെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ അതിലും ബെറ്റർ എക്സാമ്പിൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ വളരെ കുറച്ച് എക്സാമ്പിൾസേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലെ. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തത്, വാട്ട് ആർ ദി പോളിജെനറ്റിക് അല്ലെങ്കിൽ പോളിജെനിക് ട്രേറ്റ്സ്? ദ ട്രേറ്റ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ. ഓപ്ഷൻ ബി ട്രേറ്റ്സ് നോട്ട് കൺട്രോൾഡ് ബൈ എനി ജീൻസ്. ഓപ്ഷൻ സി ട്രേറ്റ് കൺട്രോൾഡ് ബൈ 2 ജീൻസ്. ഓപ്ഷൻ ഡി ട്രേറ്റ്സ് കൺട്രോൾഡ് ബൈ 3 or more ജീൻസ്. പോളിജെനിക് ട്രേറ്റ് ആ പേരിനകത്ത് തന്നെയുണ്ട്, കൺട്രോൾഡ് ബൈ മോർ ദാൻ 3 ജീൻസ് അല്ലെ. 3യോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ജീൻസ് വെച്ച് അല്ലെങ്കിൽ ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ട്രേറ്റുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുക, പോളിജെനിക് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഇവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു മേഖല നമുക്കില്ല അല്ലെ. വളരെ അപൂർവമായിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. ചില വർഷങ്ങളിൽ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഇല്ലാത്തതാണ്. പക്ഷേ ഈ പറഞ്ഞ റീജിയൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നീ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ തന്നെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഒരൊറ്റ പോർഷനിൽ നിന്ന് നമ്മൾ ഇന്ന് തന്നെ ഈ ഒരൊറ്റ സെഷനിലൂടെ 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാം സെയിം ആയിരുന്നോ? അല്ല, വേറെ രീതിയിലാണെന്ന് മാത്രം ക്വസ്റ്റ്യൻസ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ജെനറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ വിട്ടുകളയാനേ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം നല്ല രീതിയിലുള്ള പഠനം സാധ്യമാകാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം.